രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൻ വീഴ്ചയിൽ അടിപതറുന്നത് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും. സതീശനിസത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള അവസരമാക്കി രമേശ് ചെന്നിത്തല രംഗത്ത്. ഗർഭഛിദ്ര ആരോപണം പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നു. പരാതിയും തെളിവുകളും ലഭിച്ചാൽ രാഹുൽ അഴിക്കുള്ളിലാകും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൻ വീഴ്ചയോടെ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയുള്ള ആയുധമായി ഈ വിവാദ സംഭവത്തെ പാർട്ടിക്കുള്ളിൽ ഉപയോഗിക്കാനുള്ള നീക്കം ശക്തം. രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജിവെക്കാൻ നിർദ്ദേശം നൽകണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. വി.ഡി. സതീശനുമായുള്ള ചെന്നിത്തലയുടെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ നിരവധി തവണ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടിയപ്പോൾ സതീശനിസം ആഘോഷിക്കപ്പെട്ടപ്പോൾ രൂക്ഷ വിമർശനമാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. നിലമ്പൂരിൽ നടന്നത് സതീശനിസമല്ലെന്നും തെരഞ്ഞെടുപ്പ് വിജയമെന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ചെന്നിത്തല തുറന്നടിച്ചതും ശ്രദ്ധേയം. താനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് 18ഓളം തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. പലതിലും മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ ക്രെഡിറ്റ് തങ്ങൾ ആരും സ്വന്തം പേരിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ആ വിജയത്തിന് അവകാശികളാണെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയം അവലോകനം ചെയ്യാൻ കൂടിയ UDF യോഗത്തിന് ശേഷം സംസാരിക്കാൻ ക്ഷണിക്കാത്തതിലും ചെന്നിത്തല സതീശനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെ സംസാരിക്കാൻ വിളിച്ചിട്ടും ചെന്നിത്തലയ്ക്ക് അവസരം നൽകിയിരുന്നില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നയപരമായ കാര്യങ്ങളിൽ ചെന്നിത്തലയോട് അഭിപ്രായം ചോദിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിനെയും രാഹുലിനെയും രമേശ് ചെന്നിത്തല വിമർശിച്ചതും വാർത്തയായിരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചെറുപ്പക്കാരാണ്. അവർ കുറെ കൂടി ഗൗരവമായി കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും വേണമെന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ സൂക്ഷ്മത ആവശ്യമാണെന്നും നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കണമെന്നും ചെന്നിത്തല ഉപദേശിച്ചിരുന്നു. മുൻപും പല നേതാക്കളെക്കുറിച്ചും പീഡന ആരോപണങ്ങൾ പല സ്ത്രീകളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉണ്ടായതുപോലെ കടുത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, സതീശൻ എന്നിവർ ചേർന്ന് പാർട്ടിയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ശൈലിക്കെതിരെ നേരത്തെ തന്നെ മുറുമുറുപ്പ് ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ റീലിട്ട് നേതാക്കളായവർക്ക് പാർട്ടിയുടെ പാരമ്പര്യവും സംസ്കാരവും അറിയില്ലെന്ന് പലരും തുറന്നു പറയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. യുവനേതാക്കളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നു. ഖാദിയെ മറന്നുള്ള ജീവിതം നല്ലതല്ലെന്ന് അജയ് തറയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ട്രോളാൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയൊരു നിര രംഗത്തിറങ്ങിയിരുന്നു. സ്ത്രീയോട് മോശമായി സംസാരിക്കുക മാത്രമല്ല, 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയിലേക്ക് ക്ഷണിക്കുകയും ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നേതാവിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാനാകില്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ഗർഭഛിദ്ര ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാർ പാർട്ടിയെ സമീപിക്കുമോ എന്നറിയാനാണ് പോലീസിന്റെ നീക്കം. യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമായിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം സ്ത്രീയെ രാഹുൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം സംരക്ഷിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും സത്യാവസ്ഥ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണ് നൽകിയ പരാതിയിലെ ആവശ്യം. അതേസമയം വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല. പരാതി എത്തിയാൽ രാഹുലിന് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ MLA ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടി പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കില്ല. ഇവിടെ പാർട്ടി പ്രവർത്തകരായ പെൺകുട്ടികളും വനിതാ മാധ്യമ പ്രവർത്തകരുമൊക്കെ അതിശക്തമായിട്ട് രാഹുലിനെതിരെ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ രാഹുലിനെ പിന്തുണച്ച് സ്വയം വെട്ടിലാകാൻ കോൺഗ്രസും UDF നേതൃത്വവും തയ്യാറാവുകയുമില്ല.